ആന്റണി ജോസ്. ഇതെന്തോടെ ചോദിച്ചപ്പോ ഇടോ ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഇത് ഞാൻ പേടിച്ചു. ഞാൻ സൗണ്ട് ഇല്ലാതെ കേട്ടപ്പോഴത്തേക്കിന് എന്തോ വേറെന്തോ സീനാണെന്ന് ഞാൻ സ്ക്രീൻ വണ്ണു മാറ്റിടാ വിൻഡോഡ് ആക്കാവോ? ഡിസ്കോഡ് മാത്രം. എന്റെ സൗണ്ട് എക്കോ അടിച്ചേക്കുന്നോ? ഓ എന്നാ ഡിസ്കോഡിൽ നിന്ന് ഇറങ്ങിക്കോ. എന്റെ ഡിസ്കോഡിൽ എന്റെ ശബ്ദം അല്ലാതെ പിന്നെ നിന്റെ അച്ഛന്റെ ശബ്ദം കേൾക്കുവോ? എനിക്ക് ഇതിങ്ങനെ കേട്ടാ മതിയോ? കാണാൻ വന്നിരിക്കുന്നു. ഇപ്പഴാണ് ഈ പാട്ട് ഇങ്ങനെ ഇപ്പോഴാണ് അതൊരു പാട്ടായത്. കൊള്ളാലേ? കൊള്ളടാ. ഇത് നമ്മുടെ KVL സൗണ്ട് തോമയാണ്. സൗണ്ട് തോമ അറിയാത്തവരുണ്ടെങ്കിൽ KVL സൗണ്ട് തോമ എന്ന് പറയുന്ന ക്യാരക്ടർ കളിക്കണ ആനാണ്. അല്ല ഈ ഇവര് സീരിയസ് ആയിട്ട് പാടിയതാണോ? ആര് ഇവരോ? പുള്ളിക്കാരിയോ? അല്ല പുള്ളിക്കാരി ചിരിച്ചു കളിച്ചില്ലേ? എന്റെ പേര് എനിക്ക് വയസ്സ് 16. പിന്നെ ഇങ്ങനെ പാടണോ പാട്ട്? അല്ല അങ്ങനെ ഇത് സീരിയസ് ആയിട്ട് ആൽബം പോലെ ഇറക്കാൻ പാടിയതാണോ? പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഓഡിയോ റെക്കോർഡ് ചെയ്തത് പിന്നെ എന്തിന്? ഓ ഞാൻ തമാശക്ക് ഇറങ്ങിയത്. ഓ തമാശക്ക് അണ്ണ കണ്ണാപ്പിയെ ഗീവ് അവേ കൊടുക്കുന്നു. അതിന് റിപ്ലൈ, ബ്രോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വല്ല കൗൺസിലിങ്ങിനും പോ. അവനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 വീട് അപ്പുറമുള്ള വീട്ടുകാർ വരെ ചാവും. എന്തൊക്കെയാണ് എന്നെ കുറിച്ച് നാട്ടി? എടാ കണ്ണാപ്പി, നിന്നെ പറ്റിയാണ് മറ്റേ സിനിമക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്ഥലത്തിന് ഇപ്പൊ എത്ര റേറ്റ് ഉണ്ട്? ഒരു 1.5 ലക്ഷം രൂപ. ഇവൻ ഇവിടെ കൊണ്ട് താമസിപ്പിച്ച കിട്ടുന്ന വിലക്ക് ആൾക്കാർ വിറ്റിട്ട് 2 ഓടിക്കളയും. അത് നിന്നെ ഉദ്ദേശിച്ചാണ് ആ സിനിമയിൽ പോലും. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സാധനമാണത്, മനസ്സിലായ? ഏത് പടം അത്? ഹരിഹർ നഗർ. അല്ല ഹരിഹർ നഗറിലാണ്. ഹരിഹർ നഗറല്ല, അത് ഇതിന്റെ അല്ല ഗോസ്റ്റ് ഹൗസിനകത്താണോ? അത് ഏതിനകത്താണ്? അത് ഗോസ്റ്റ് ഹൗസിലൊന്നല്ല, അത് മറ്റേ പടം. മരുഭൂമി കഥ. മരുഭൂമി കഥ. ശരിയാ മരുഭൂമി കഥ. അതില് മറ്റേ പാടല്ലേ? കണ്ണാപ്പി മേക്കപ്പ് കളയല്ലേടാ? എനിക്കത് ഇപ്പൊ കാണുന്ന ചിരി വരുമായിരുന്നു. കണ്ണാപ്പി ചങ്ങല പട്ടിയിലാണോ കണ്ണാപ്പി? പട്ടിയുടെ ടീമെന്റൊക്കെ കിടക്കണ്ടോ? ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടാ സാധനം കണ്ടോ? ഇവിടെ കണ്ണാപ്പി എന്ത് ചെയ്യേ? ഞാൻ ഇവിടെ ഉണ്ടെന്ന സാധനം കണ്ടോ? ഞാൻ അത് കണ്ട് എത്ര വട്ടം ചിരിച്ചെന്ന് എനിക്കേത് അറിയത്തില്ല. ഞാൻ എന്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത്, ഞാൻ ആദ്യമായിട്ടാ കുറെ നാൾക്ക് ശേഷമേ ഞാൻ എന്റെ സ്റ്റാറ്റസ് തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത് തന്നെ പ്ലേ ചെയ്ത് ചിരിച്ചോണ്ടിരിക്കുമ്പോ സത്യം പറയാലോ എന്റെ അളിയ എനിക്കത് എന്തോ മറ്റേ ഇതായിപ്പോയി, ലൂപ്പായിപ്പോയി ഞാൻ അതിനകത്ത്. ഗൾഫായിരുന്നു ഈ വീട് കൊടുക്കാന്ന് പറഞ്ഞാലേ എവിടെ താമസിക്കും? വേറൊരു വീടിന്റെ നിനക്ക് നാളെ ഉണ്ടോളാ നിനക്ക് ബാബു? ഒരാളൊരു സഹായം ചെയ്യുമ്പോഴേ ചൂണ്ടി കണ്ട. ഓ ഇന്നെന്താ ചെറുത്? സാധാരണ വലുതാണല്ലോ. ഇത് സിയോണിലെ അല്ലേ? ഇത് സിയോണിലെ എടാ ഈ കഷ്ടകാലം ഈ കഷ്ടകാലം വന്ന പക്കി പാമ്പായി വരും, പറി ബോംബായി വരുന്നുള്ളത്. അവൻ എന്നിട്ട് മനസ്സിലായി ബോംബായിട്ട് വന്നത് അവന്റെ വായിലും പറയുന്നത്. ഇത് ഏത് ആർപ്പിയാടാ? ഞാൻ ഓർക്കുന്നില്ലടാ. ഇത് ഏതോ ഒരു ഗ്യാങ്ങിന്റെ CMന്റെ ഗ്യാങ്.
ഇത് സിഐഡിയുടെ ഗ്യാങ്സ്. അണ്ണാ താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. അണ്ണ റിയാക്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. മൈ ന്യൂ എഡിറ്റ്. ഇതൊന്ന് ക്ലിയർ ആക്കാമോ? യു കെ എങ്ങനെയാണ് ഇങ്ങനെ ഫോണിൽ ഇത് ഫോണിലാണ് അവൻ ചെയ്യണേ? ഫോണിലാണോ ചെയ്യുന്നത്? പക്ഷെ എന്റെ അമ്മ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനത്തെ നിങ്ങളുടെ പഴയ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ക്ലിയർ അല്ലാത്ത ഫോട്ടോസ് ഇതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവനും അതൊരു ഉപകാരമാവും. AV ക്രിയേഷൻസ്, AV__CR. ഇതിനൊന്നും വലിയ പൈസയൊന്നും ഉണ്ടാവില്ല. അവരെ എടുക്കുന്ന ടൈം എഫേർട്ടിന് നിങ്ങൾ എന്തെങ്കിലും അവൻ പറയണ ഒരു ചാർജ് ഉണ്ടാവും, അത് കൊടുത്താൽ പോരെ. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ മെമ്മറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പയ്യന് കൊടുക്കും. ഇവർക്കൊക്കെ ഒരു ഇതാവുകയും ചെയ്യും, അവർക്കൊക്കെ ഒരു ഉപകാരം ആവുകയും ചെയ്യും. 800 രൂപ ഉള്ളതാണ്. എടാ എത്ര ടൈം എടുത്തിട്ടായിരിക്കും അവനത് ചെയ്യുന്നത്. 800 രൂപയൊക്കെ റീസണബിൾ ആണ് സത്യം പറഞ്ഞ. 800 രൂപയൊക്കെ. സിറ്റിയപ്പായോ? അവരെല്ലാം കേറുന്നുണ്ടോ ചോദിച്ചേ? അവനെന്തി ചന്ദ്രനൊക്കെ എന്തി ഇറങ്ങിയോ? വീണ്ടും ഹലോ എടാ, നിങ്ങൾ സിറ്റി കയറുന്നുണ്ടോ? സിറ്റിയില് കേറണോ നോക്കിട്ടിരിക്കണോ? നോക്കിട്ട് പറയട്ടെ, ഞാൻ താഴെ ഉണ്ട്, കേറുമ്പോ വിളിക്കന്നെ. അമ്മാരോട് WWE കളിച്ചോണ്ടിരിക്കുക. സിറ്റി കത്തിപ്പൊക്കൊണ്ടിരിക്കുകയാണ് കേസ്, കത്തിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കട്ടെ, അവരെ കേറി കയറാം. ഞാൻ കേറി നോക്കാം. കേറി നോക്കിട്ടേ പറ. ഐപാഡ് നിനക്കൊക്കെ എടാ, നിനക്കൊക്കെ വല്ലാത്ത പ്രശ്നമാണ്. PL ആണെന്നാണോ? PL ആണെന്നോ? സിറ്റിയിലോ? ഓക്കെ. കേറാതിരിക്കുന്നല്ലേ കത്തി ഇങ്ങനെ പൊക്കോണ്ട്. നീ ഒന്ന് നോക്കി നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണാപ്പി ഒന്ന് കേറിയ ഒരു 10 മിനിറ്റ് കത്തിയില്ലെങ്കിൽ ഒന്ന് പറ. നീ ഒന്ന് കേറി നോക്കിയേ. ഞാൻ കയറണ അണ്ണാ ജീന ചേച്ചി അല്ലേ? ഒരു ബന്ധമില്ല, എനിക്ക് കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല. ജീന ചേച്ചിയെ ചുമ്മാ അടിച്ചിറക്കാണ് ഇവനൊക്കെ. കണ്ട വെള്ളം അടിച്ച് ഡിസ്കൺട്രോൾസ് ഇടും. ഹലോ ഓക്കെ നോക്കട്ടെ. അതല്ല എടാ, ഇപ്പൊ കണ്ട പയ്യനില്ലേ, നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ കണ്ട പയ്യന്, ഈ വരയ്ക്കുന്ന പയ്യന് ടാബ് വാങ്ങിക്കാൻ ഒരു 10,000 രൂപ റമീസ് ബ്രോ കൊടുക്കാന്ന് പറഞ്ഞ് നമ്മളെ ഇപ്പൊ കോൾ വിളിച്ചു. ബ്രോ എടാ, നിനക്ക് ടാബ് വാങ്ങിക്കാൻ ഒരു 10,000 രൂപ റമീസ് ബ്രോ തരും, ബാക്കി എന്നെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് ഞാനും തരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ റമീസ് ബ്രോ? താങ്ക് യു സോ മച്ച് റമീസ് ബ്രോ. എടാ നീ മെസ്സേജോ, നമ്മള് കഴിവുള്ള പിള്ളേരെ നമ്മൾ ഇതിനകത്തൂടെ കൊണ്ടുവരും നമ്മൾ. ഓക്കെ അല്ലേ? നിനക്ക് എന്ത് കഴിവുള്ളത്? മറ്റേ ഒരു മാസ്ക് മേടിച്ചാലോട്ടാ. റമീസ് ബ്രോ താങ്ക് യു സോ മച്ച്. ബിഗ് ഷൗട്ട് ഔട്ട് റമീസ് ബ്രോ. താങ്ക് യു സോ മച്ച് റമീസ് ബ്രോ. എടാ നീ വിനീതിന് മെസ്സേജ് അയക്ക്, ബാക്കി നമ്മൾ സെറ്റ് ചെയ്യാം. വിനീതിന്റെ പ്രൊഫൈൽ ബ്ലൂ ഷിഫ്റ്റർ CM അടിച്ചു നോക്കിയാൽ മതി. റമീസ് ബ്രോ റമീസ് ബ്രോ in the chat. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്. നമ്മുടെ ഡിസ്കോഡ് റോൾസ് ശരിക്കും ഒരു വഴിത്തിരിവ് സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ ഡിസ്കോഡ് റോൾസിൽ മറ്റേ BMW ബ്ലെൻഡർ ചെയ്തിട്ട് അവന് ജോലി കിട്ടി. അവന് നല്ല സാലറിയിൽ പഠിപ്പിക്കാൻ, ബ്ലെൻഡർ പഠിപ്പിക്കാൻ ഒരു കോളേജിൽ അവന് ജോലി കിട്ടി, നമ്മുടെ കുട്ടപ്പന്.
നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഡിസ്കോ ട്രോൾസിന്റെ വീഡിയോ കണ്ടിട്ട് അത് സെറ്റായി അവനെ വിളിച്ച് അവനിപ്പം ആ ജോബിന് കയറി അത് സെറ്റായി. നമ്മുടെ ഡിസ്കോഡ് ഒരു വഴിത്തിരിവ് സാധനമായി പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പൊ, മനസ്സിലായോ? സിറ്റി കത്തിക്കൊണ്ടിരിക്കണോ? സിറ്റി കത്തുവാണോ വീണ്ടും? കത്തി. എടാ നമ്മള് സത്യം പറഞ്ഞ സന്തോഷമുണ്ട്, സത്യമായിട്ട് സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയാലും സന്തോഷമുണ്ട്. കുറെ വർഷം എടുത്തെങ്കിലും ഒരു 3-4 വർഷം എടുത്തു, എന്നാലും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയതിൽ ശരിക്കും സന്തോഷമുണ്ട്. അത് ഞാൻ പറയാണ്. നമ്മള് കുറെ ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, കുറെ പേര്. ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ മറ്റേ ഇതായിട്ട് പറയാമല്ലോ കേട്ടോ, മറ്റേ പൊങ്ങച്ചം അങ്ങനത്തെ ഇതൊന്നും പറയല്ല. ഞാൻ അല്ലാതെ കുറച്ച് ഈ സെലിബ്രിറ്റീസ് ഒക്കെ കാണത്തില്ലേ, ഇപ്പം അർജുൻ അശോകൻ ബ്രോ, ഇവരെല്ലാവരും ഇങ്ങനത്തെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ ഓരോരുത്തരെയൊക്കെ പരിചയപ്പെടുമ്പോൾ അവരെല്ലാം എന്നോട് പറയണ്ട. അവരാരും എൻ്റെ ലൈവ് കാണാറില്ല, പക്ഷെ എല്ലാവർക്കും എന്നെ അറിയാം. കുറെ പേർക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല, കുറെ പേർക്ക് അറിയാം. അവരെല്ലാം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയും, ബ്രോ ഡിസ്കോഡിൽ അത് കണ്ടിട്ടുണ്ട്, ഡിസ്കോഡിൽ ഇത് കണ്ടിട്ടുണ്ട്, ഡിസ്കോഡിന്റെ അത് കാണാറുണ്ട്. ഈ ഡിസ്കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പോലും ഗെയിമേഴ്സിന് മാത്രം സുപരിചിതമായിരുന്ന ഒരു സാധനമാണ്. അതിപ്പോ കുറെ പേർക്ക് അറിയാം. അത് തന്നെ വലിയൊരു കാര്യമാണ്. എന്നെ ഒരു സ്ട്രീമർ ആയിട്ടല്ല ഇവർക്ക് കുറെ പേർക്കാരുടെ അറിയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ മറ്റേ റിയാക്ട് ചെയ്യണം പയ്യൻ. കുറെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം ഗൈസ്, കുറെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഈ അർജു ഒക്കെ ചെയ്യുന്നത് പോലെ, മറ്റേ അല്ലെങ്കിൽ ഇപ്പം ഈ ബൂട്ട് ക്യാമ്പില് അവരൊക്കെ ചെയ്തില്ല, അവരൊക്കെ ചെയ്യുന്നത് പോലെ മറ്റേ റീൽസും ഇങ്ങനത്തെ സാധനങ്ങളും എടുത്ത് മറ്റേ റിയാക്ഷൻ മാത്രം ചെയ്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ആളാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. കുറെ പേർക്ക് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ റീൽസിലൊക്കെ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി, ബാക്കിയുള്ളവരെ വിറ്റ് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഇത് കുറെ പേർക്ക് അങ്ങനെ തന്നെ അറിയാവുന്നേ. നമ്മൾ ഡിസ്കോ ട്രോൾസ് എങ്ങനെ തുടങ്ങിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. കമന്റ് സെക്ഷൻ മൊത്തമാണ്. നിങ്ങൾ ഈ കമന്റ്സ് ഒക്കെ കാണുന്നവർ ശ്രദ്ധിച്ചാൽ മതി. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഞാൻ ഇതുവരെ എൻ്റെ ഒരു പ്രൊഫൈലിൽ പോലും എൻ്റെ ഒരു ഇതുപോലും ഇട്ടിട്ടില്ല. അതായത് ഒരു ഡിസ്കോ ട്രോൾ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം ഇട്ടിട്ടില്ല. അതെല്ലാം ബാക്കിയുള്ള ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ വൈറൽ സൊളി എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ, അവനിപ്പോൾ എനിക്ക് തോന്നുന്നു 100K എന്തോ കഴിഞ്ഞ്. അതിന്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാം 1 മില്യൺ 2 മില്യൺ ഒക്കെയാ. അവന്റെ ചാനൽ ഞാനല്ലത് മാനേജ് ചെയ്യണം കേട്ടോ. അത് ഏതോ റാൻഡം പയ്യനാ, എനിക്ക് അറിഞ്ഞൂടാ അവനെ. അതേതോ റാൻഡം പയ്യൻ, എനിക്ക് അവനെ അറിഞ്ഞൂടാ. അവൻ ഡിസ്കോ ട്രോൾസ് കട്ട് ചെയ്തിടുന്ന എനിക്ക് അവനെ അറിഞ്ഞൂടാ. എൻ്റെ ആളോ ഞാൻ ഏൽപ്പിച്ച ആളോ അല്ല. പിന്നെ അതിൽ നിന്ന് അവന് റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അത് സ്ട്രൈക്ക് ഒന്നും കൊടുക്കാതെ പോണത്. പിന്നെ നമുക്കാണെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ പറയണത് പോലെ അവനൊക്കെ പെട്ടിയിടുന്ന ഓരോ വീഡിയോ ചെയ്തുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെ ആൾക്കാർ അറിയുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഒന്നൊന്ന് ചെയ്യും. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ടേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. കുറെ പേരുണ്ട് അങ്ങനെ, അറിയാം കുറെ പേരുണ്ട്, അറിയാം കുറെ. അവനങ്ങനെ നെഗറ്റീവ് ഇടാറില്ല. അവനങ്ങനെ നെഗറ്റീവ് ഇടാറില്ല. ഓക്കെ, അപ്പം എന്തുകൊണ്ടും എന്തായാലും സന്തോഷം കേസ്. കുറെ പേർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. അപ്പം അണ്ണാ ഇത് എങ്ങനെ കളിക്കും അവൻ? അയ്യേ ഗൈസ്, ഇതെന്താ സംഭവം എന്ന് പറയട്ടെ. ഇത് PC അല്ല ശരിക്കും. ഇത് നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ ഒരു ഗ്രാഫിക്സ് കാർഡിന് നമുക്ക് പല ഡിസ്പ്ലേ ഔട്ട് എടുക്കാൻ പറ്റും. അതിൽ ഒരു എൻ്റെ PCക്കകത്ത് ഒരു സ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലൊരു സ്ക്രീനാണ് ഇത്. ഇതിന് വേറെ മോണിറ്റർ ഔട്ട് കുത്താനുള്ളതുണ്ടാ. ഇത് ക്യാബിനറ്റാണ്. നിങ്ങൾക്ക് എവിടെ വേണേലും ഇങ്ങനത്തെ ഡിസ്പ്ലേ വെക്കാൻ പറ്റും. ക്യാബിനറ്റിൽ എവിടെ വേണേലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ഡിസ്പ്ലേ വലിയ ഡിസ്പ്ലേ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് ലോഡും കൂടും കേട്ടാ. ചെറിയ സ്പെക്ക് ഉള്ളവരൊന്നും ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാതിരിക്കുക. ചെറിയ സ്പെക്ക് ഉള്ളവർ ഡബിൾ മോണിറ്ററും ട്രിപ്പിൾ മോണിറ്ററിന്റെ എണ്ണമേ കുറയ്ക്കുക. കാരണം ഗ്രാഫിക്സ് കാർഡിൽ നിന്നാണല്ലോ നമ്മൾ മോണിറ്ററിന് ഇറക്കണേ. അത് നിനക്ക് അറിഞ്ഞൂടെ ഇതുവരെയായിട്ട്? ഞാൻ വെച്ച് 3 മോണിറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. മോണിറ്ററിന്റെ എണ്ണം കൂടുന്തോറും പെർഫോമൻസ് GPU ലോഡും കൂടിക്കൊണ്ടിരിക്കും. GPU വീണ്ടും ഇത് പിങ് ഇഷ്യൂ ആണ് കാണിക്കണം സെർവറിന്റെ. നീ കേറുന്ന നോക്ക് ചന്ദ്ര, കേറിട്ട് വിളിക്കും. കുത്തിയിടോ? അതെന്താന്ന് അറിഞ്ഞൂടാ. എന്താ ഞാൻ കണ്ടില്ല. ഇതൊന്ന് AC ഒന്ന് കുറച്ചിട്ടിട്ട് പോകും. 25 22 ആക്കിട്ട് പോകും. വിക്കിത്തൊക്കെല്ലേ ഇത്? എടാ പുള്ളി സ്ട്രീമർ ആവണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. ഞാൻ വിക്കി ബ്രോയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത്. വിക്കി ബ്രോയ്ക്ക് സ്ട്രീം ചെയ്യുന്ന കാര്യങ്ങളും എഗ്രിമെന്റും കോൺട്രാക്റ്റും എല്ലാം കൂടെ ഒരു ദിവസം മൊത്തം മെനക്കെട്ട് അങ്ങരുടെ കൂടെ വെളിയിലൊക്കെ പോയി ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്ത്.
പറഞ്ഞു കൊടുത്തതിന് ശേഷം പുള്ളി ഒളിവിൽ പോയി. ഇപ്പൊ പുള്ളി തിരിച്ചു വന്നോ? ആ പുള്ളി സ്ട്രീം ചെയ്തായിരുന്നു 2 ദിവസം, ഞാൻ കണ്ടായിരുന്നു. എടാ അതല്ല, ഇപ്പൊ സ്ട്രീം ചെയ്യുന്നുണ്ടോ? ഇപ്പൊ സ്ട്രീം ചെയ്യുന്നില്ല. ഇല്ല ഇപ്പൊ പുള്ളി പുള്ളി ഗെയിമിംഗ് റൂം ഒക്കെ സെറ്റ് ചെയ്ത് PC ഒക്കെ കിടുക്കാച്ചി PC ഒക്കെ ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. പുള്ളി അതിന്റെ ഒളിവിൽ പോയി. എന്തൊക്കെയാണോ ഇവിടെ നടക്കണേ? ഒളിവിലാണ്. ഇപ്പൊ എന്താ ഒളിവിൽ പോയുള്ള കാരണം? പണ്ടത്തെ സീൻ കേസൊക്കെ മാറിയില്ലേ? അണ്ണ പാർട്ട്ണർ അല്ലേ? അണ്ണനാളെ തൂക്കിയെടുത്തുകൊണ്ട് എനിക്കിനി അതും കൂടെ വരാവുള്ളൂ. എന്റെ ഒരു സമയം തന്നെ ഭയങ്കര മോശമാ. എന്റെ ഒരു സമയം ഭയങ്കര മോശമാ. നീ ഒന്നും ഇങ്ങനെ പറയല്ല, എനിക്ക് വിഷമം വരണം. എനിക്ക് ഇനിയിപ്പോ എയർപോർട്ടിലൊക്കെ എന്നെ പിടിച്ചു നിർത്തി ആലോചിച്ച് നോക്കിയേ. ഇവിടെ വന്ന് അറബി പോലീസൊക്കെ പിടിച്ചോട്ടെ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഗണ്ണ് പൊക്കി. ഓ ഗൺ ഒന്നും ചെയ്യാനില്ല, അകത്ത് കിടക്കേണ്ടി വരും. ഇന്ത്യ അടക്കമുള്ള 98 രാജ്യങ്ങളിലെ ഐഫോൺ ഉപഭോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി ആപ്പിൾ. സ്പൈവെയർ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ആപ്പിളിന്റെ മുന്നറിയിപ്പ്. മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം ഉടമയുടെ അറിവില്ലാതെ മറ്റൊരാൾ ഏറ്റെടുക്കുന്നതാണ് സ്പൈവെയർ സംഭവിക്കുക. ഐഫോണിലെ വളരെ നിർണായകമായ വിവരങ്ങളിലേക്കും ചാറ്റുകളിലേക്കും കോളുകളിലേക്കും ക്യാമറയിലേക്കും മൈക്രോഫോണുകളിലേക്കും വരെ സ്പൈവെയർ ഉപയോഗിച്ച് അക്രമങ്ങൾ കടന്നു കയറിയ വിവരങ്ങൾ ചോർത്തും. സത്യമാണോ ഇല്ലയെന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും ഐഫോൺ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാ. സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഐഫോൺ ഉള്ളവരൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയണതായിരിക്കും, നമ്മൾ ഇഗ്നോർ ചെയ്യണതായിരിക്കും. നാളെ അന്ന് കേട്ടപ്പം ഇതാണെന്ന് വിചാരിച്ചു. മറ്റേ റിഗ്രറ്റ് ചെയ്യണ്ടല്ലോ ഓർത്ത്. ആൻഡ്രോയിഡ് ഉള്ളവന്മാർ കൈവെക്കണ്ട. ഇത് വർഷത്തിലൊരിക്കൽ ഒരുപാട് നാൾക്ക് ശേഷം ഐഫോണിന് വരുന്നൊരു ഇതാണ്. ആൻഡ്രോയിഡ് ഉള്ളവന്മാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് എല്ലാ സമയത്തും കിട്ടുന്നതാണ് ഇത്. മനസ്സിലായ? നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത് ആണ്ടിലൊരിക്കൽ ഐഫോണിന് വരുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം പ്രൈവസി ബ്രേക്കിംഗ് എന്തുവാണ് മറ്റേ ഇങ്ങനെ എന്തെങ്കിലും വരുന്നതാണ്. ആൻഡ്രോയിഡ് എടാ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പബ്ലിക് ആയിട്ട് ഒരു ചാർജിങ് പോർട്ടിൽ കൊണ്ട് കുത്തിയാൽ പോലും ആൻഡ്രോയിഡ് ഒക്കെ ചുമ്മാ ഏറ്റെടുത്തോണ്ട് പോകാൻ പറ്റും. അറിയാവോ? ട്രെയിനിലൊക്കെ വെച്ച് കുത്തുന്നവന്മാരുണ്ടല്ലോ. സത്യം. ഈ ട്രെയിനിലും അതിലൊക്കെ വെച്ച് കുത്തുന്നവന്മാർ എവിടെ ഓട്ടം ഉണ്ടാലും കൊണ്ട് കുത്തുന്നവരല്ലേ അവന്മാർക്കൊക്കെ ആയിരിക്കും പണി കിട്ടണേ. പണി വരുന്ന വഴി അറിയാൻ പാടില്ല. മനസ്സിലായോ? റായ് സ്റ്റാർ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കണേ, നിങ്ങൾ കണ്ടാൽ ഞെട്ടും. എടാ റായ് സ്റ്റാറിന്റെ യൂട്യൂബ് ചാനലൊക്കെ എനിക്കറിയാം. എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് പുള്ളി അറിയുന്നത് എന്താണെന്നറിയോ? എൻ്റെ വീട്ടിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് വന്നപ്പം എൻ്റെ അടുത്ത് മറ്റേ ഓഫീസർ വന്ന് ചോദിക്കുക, നീ മറ്റേ റായ് സ്റ്റാറിന്റെ കൂടെ ഉള്ളവനല്ലേടാ? റായ് സ്റ്റാർ അതാരാ? എനിക്കറിഞ്ഞൂടാ സാറേ. ഞാൻ പറഞ്ഞു അവന്റെ വീട്ടിലും ചെന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും നിങ്ങൾ രണ്ടിനെ ചാറ്റ് ചെയ്യാൻ നോക്കട്ടെ എന്നിട്ട് പറയാൻ ബാക്കിയെന്ന്. ഇങ്ങനെ അതാരി സാറേ എനിക്ക് റായ് സ്റ്റാർ കത്തിപ്പോണോ? അടിപൊളി. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പുള്ളി എന്റെ അടുത്ത് വന്നൊരു ചോദ്യം ചോദിച്ചത്, ടാക്സ് ഒക്കെ അടച്ചായിരുന്നു മോനെ? കണ്ണാപ്പി പറയാ സാറേ ഉഴുതുണിക്ക് വകയില്ലാത്ത എനിക്ക് എന്ത് ടാക്സിലാണെന്ന്. അങ്ങനെയാണ് കണ്ണാപ്പി ലാസ്റ്റ് വിട്ടത്. കണ്ണാപ്പി അടുത്ത് ഏതോ താഴ്ന്ന ഉദ്യോഗസ്ഥനാണ് ചോദിച്ചത്. അപ്പൊ മറ്റേ പുള്ളി എന്നിട്ട് പറഞ്ഞു, എടാ അവനെ കണ്ടറിഞ്ഞൂടെ, അവന്റെ 5 പൈസയില്ല, അവന് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ണാപ്പി അവസാനം എന്നെ ഇട്ട് പുറത്തൊരു ചായ കുടിക്കാൻ പോലും ഇറങ്ങരുതാണ് പറഞ്ഞത്. റായ് സ്റ്റാർ ആരാ ഗൈസ്? ഞാൻ കാണിച്ചു തരാം റായ് സ്റ്റാറിനെ. പക്ഷെ ഞാൻ പറയാലോ റേയ് സ്റ്റാർ എന്നാണോ പ്രൊനൗൺസിയേഷൻ? ഞാൻ സബ്സ്ക്രൈബ് മലയാളിയാണ്. 8.04 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. 8.0. ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ വ്യൂസ് 5.8 മില്യൺ. പോപ്പുലർ പോപ്പുലർ 16 മില്യൺ വ്യൂസ് ഒരു വീഡിയോയ്ക്ക് 3 വർഷം മുമ്പ് ഇട്ടതിന്. 16 മില്യൺ, 13 മില്യൺ, 12 മില്യൺ, 11 മില്യൺ, 10 മില്യൺ, 9 മില്യൺ, 9 മില്യൺ, 9 മില്യൺ. പുള്ളിയുടെ ഗ്ലോബൽ വ്യൂസ് ആണ്. മലയാളി ഓഡിയൻസ് എന്നുള്ളൊരു ഇതല്ല. മലയാളികൾ ഇല്ലെന്നല്ല, മലയാളികളും ഉണ്ട്. പുള്ളിക്ക് ഗ്ലോബൽ വ്യൂവർഷിപ്പ് ആണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. ഒരു ചാനൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടാക്കണം.
നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയണം, നമുക്ക് ഗെയിമിംഗ് ഓഡിയൻസിൽ ഭയങ്കര ലിമിറ്റഡാ. നിങ്ങളൊരു ഗെയിമിങ്ങിലേക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി പറയാം, ഇങ്ങനത്തെ ഒരു ചാനൽ, ഒരു സ്ട്രീമർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കാരിമിനാറ്റിയും ഐഷോ സ്വീഡനെയൊക്കെ പോലത്തെ ഒരു സ്ട്രീമർ ആവണം. സീരിയസ്ലി ഞാൻ പറയാണ്, അങ്ങനെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരിടത്ത് ഒതുങ്ങിപ്പോവും. എന്ന് വെച്ചാൽ ഒരു നിങ്ങൾ അത്രയും വൈഡർ ആയിട്ടുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ വ്യൂസിനൊക്കെ ഞാൻ പറയണത് മോണിറ്ററി ടൈംസിലാണ് കേട്ടോ ഗൈസ്. നിങ്ങളോട് മോണിറ്ററി ടൈംസിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ഇതാണ്. അതായത് ഗ്ലോബൽ വ്യൂസ് ഭയങ്കര അഡ്വാൻറ്റേജ്. അതായത് ഇന്ത്യയിലെ ഒരു 1 മില്യൺ വ്യൂസിന് ഒരു വീഡിയോയ്ക്ക് കേരളത്തിൽ നിന്ന് ഒരു യൂട്യൂബർ ഇട്ട് അപ്ലോഡ് ചെയ്താൽ ഒരു ഗെയിമിംഗ് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ ഒരു 10-20 മടങ്ങായിരിക്കും ഗ്ലോബൽ വ്യൂസിൽ നിന്ന് കിട്ടുന്നത്. ഗ്ലോബൽ വ്യൂസിന് ട്രിക്കിയുടെ ചാനലില്ലേ ടെക് അമേസിങ്, അത് നിങ്ങൾക്കറിയാവോ? ടെക് അമേസിങ് അല്ലേ, അവന്റെ ചേട്ടനും അവരോട് ചെയ്തോണ്ടിരുന്ന ചാനലാണത്. ഇത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഈ കാണണ്ട ഗൈസ്. ഇത് ട്രിക്കിയുടെ ചാനലാണ്, ഇത് ട്രിക്കിയുടെ ചേട്ടന്റെ ചാനലാണ്. ഇത് കണ്ടോ? ഇതിനകത്ത് ആക്ച്വലി ഒന്നുമില്ല. ഒരു എക്സ്പ്ലനേഷൻ ഇല്ല, ഒന്നുമില്ല. എന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള നമ്മുടെ സംസാരമോ ഒന്നും ഇല്ല. ഗ്ലോബൽ വ്യൂസ് ആണ്. ഇതിനകത്തുനിന്ന് ഉണ്ടാവുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. മനസ്സിലായോ? ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രീമർ ആവുക, അല്ലാതെ വാസുവണ്ണൻ ലൈവിൽ പൊട്ടിച്ചിരിച്ചപ്പോൾ കണ്ടന്റ്, അതല്ല യൂട്യൂബ് ചാനൽ. മനസ്സിലായ? ഇതാണ് ചാനൽ, ഇതൊക്കെയാണ് ചാനൽ. ഇത് കണ്ട 4 years ago 1.2 മില്യൺ, 4.8 മില്യൺ, ഇതൊക്കെയാണ് അവന്റെ വ്യൂസ്. അതിന്റെ വീഡിയോസിൽ പോപ്പുലർ എടുത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ്. ഇവിടെ പോപ്പുലർ ഇല്ലല്ലോ. വീഡിയോസ് എടുക്കണം, വീഡിയോസ് പോപ്പുലർ 12 മില്യൺ, 9 മില്യൺ. ഇതൊക്കെ ട്രിക്കിയാണോ ഇരുന്ന് കളിക്കുന്നേ? അത് ട്രിക്കിയായിരിക്കും. പബ്ജി കളിക്കുന്ന ട്രിക്കിയല്ലേ. എന്റെ അമ്മേ, നോക്ക്, നിങ്ങൾ കണ്ടോ അതുമെല്ലാം? ജസ്റ്റ് ഗെയിം പ്ലേ മാത്രമേ ഉള്ളൂ. 26 മാത്രം, ഒന്നുമില്ല, സംസാരമില്ല. തുടങ്ങുവാണെ ഇങ്ങനത്തെ ചാനലൊക്കെ തുടങ്ങണം. മനസ്സിലായോ? കുറച്ച് നാള് നിങ്ങൾക്കൊരു ഇത് ഔട്ട്പുട്ട് കിട്ടുന്നവരെ. ആൻഡ് വേറൊരു മലയാളിയും കൂടെ പരിചയപ്പെടുത്തി തരാം. ദിസ് വൺ 2.7 മില്യൺ. ഇതൊരു മലയാളിയുടെ ചാനലാ. 27, 18, 17, 17 മില്യൺ, 16 മില്യൺ, 16 മില്യൺ, 13 മില്യൺ, 13 മില്യൺ, 13 മില്യൺ, 12 മില്യൺ, 12 മില്യൺ, 10 മില്യൺ, 10 മില്യൺ, 10 മില്യൺ. ഇത് മലയാളിയാണാ? എന്റെ കൂടെ ബാംഗ്ലൂർ പഠിച്ചതാടാ. എന്റെ കൂടെ ബാംഗ്ലൂർ പഠിച്ചതാണ്. ഞാൻ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും പറയുന്നില്ല. എന്റെ കൂടെ ബാംഗ്ലൂർ അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങണം. അത് ഭയങ്കര സെറ്റാണ്. അതിനുവേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. ഇത് മലയാളിയായിരുന്നു വാട്ടർഫക്ക്. ആ മലയാളിയാ. PC ഉള്ളവർക്ക് എന്തോ ആവാലോ. ഇങ്ങനെ പറയുന്ന ഫുണ്ടുകളുണ്ട്. ഇവന്മാരാണ് PC. അല്ലല്ല അങ്ങനല്ല. ഇത് മൊബൈൽ ഗെയിമാ. ഇത് കാണിച്ചു. അല്ല എന്റെ മൊബൈൽ അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? പറയട്ടെ, ഈ മറ്റേ കണ്ടന്റിന്റെ അടിയിലൊക്കെ വന്ന് കമന്റ് ഇടുന്നവന്മാരുണ്ട് കേട്ടോ. ഒരു ഐഫോൺ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു PC ഉണ്ടായിരുന്നെങ്കിൽ. നിനക്കൊക്കെ ഒരു PC മേടിച്ചെന്ന് ഒന്നും സംഭവിക്കാൻ പോകില്ല. നീ രാത്രി VPN കണക്ട് ചെയ്ത് തുണ്ടും കണ്ട് ഇങ്ങനെ ഇരിക്കും ഗതയും പിടിച്ച്. അല്ലാതെ അതിൽ കൂടുതൽ നീ ഒന്നും ചിലവന്മാരുടെ ഒരു വിചാരം ഉണ്ട് കേട്ടോ, ഒരു ഐഫോൺ കിട്ടിയാൽ എവിടെയെങ്കിലും അങ്ങ് എത്തിപ്പോകുന്നു. അന്നാ പ്രൊഫൈലിൽ ഒരു വണ്ടി ഉണ്ടാവില്ല. ചില ആൾക്കാരുണ്ട് കയ്യിലുള്ള ലിമിറ്റഡ് ടൂൾ വെച്ച് അവരെ കൊണ്ടാവുന്നത് പോസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ളവരെ വേണം സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ അങ്ങനത്തെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സീരിയസ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന ഒരാളെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അവൻ ഇത്രയും ചെറുത് വെച്ച് ചെയ്തല്ലോ, അത് അവിടുന്ന് അങ്ങനെ ചെയ്തു പോവാം. ചില അവന്മാരുണ്ട്, എനിക്ക് ഐഫോൺ കിട്ടിയാൽ ഞാൻ പറിക്കും എന്ന് പറഞ്ഞിട്ടിരിക്കണം അവന്മാര്. ഉണ്ടാക്കും എന്നൊക്കെ പറയണ പോലത്തെ അവന്മാര് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. ആര് പേരെന്താ? ജർമ്മൻ കണ്ണാപ്പി. ആ ഓക്കെ. ഞാൻ ചാനൽ കാണിച്ചു തരാം. ജർമ്മൻ കണ്ണാപ്പി. ഇത് വീഡിയോസ്
പോപ്പുലർ അപ്ലോഡ് അതാ നടുക്കിടക്കുന്നത് അത് അണ്ണനെ വിറ്റ്. അല്ല അത് വീഡിയോസ് അതെ ഡേ വിത്ത് വാസുവണ്ണന്റെ തക്കുട് കല്യാണം 19ാം വയസ്സിൽ ഗെയിം കളിച്ച് എന്ത് നേടി. ഇത് മറ്റേ അച്ഛൻ വഴക്ക് പറഞ്ഞ വീഡിയോ ആണ് ഇത്. പിന്നെ ഞാനൊരു കാര്യം പറയാം ഗൈസ്, ഞാൻ പറയട്ടെ, ഇതില് ടോപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ 123K ആണ് ഇതില് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഈ ചാനൽ നിങ്ങൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പൊ എന്താവണം എന്ന് കാണിക്കുന്നതിന്റെ കൂടെ എന്താകരുത് എന്നുള്ളതൊരു കാണിച്ചു നിർത്താം എന്നുള്ളൊരു രീതിയിലാണ്. ഇങ്ങനൊരു ചാനൽ ഒരിക്കലും ബിൽഡ് ചെയ്യരുത്, മനസ്സിലായ? ഇതിൽ 249 വീഡിയോ ഉണ്ട്. അതിൽ തുണി അഴിച്ച് വീഡിയോ ഇട്ടിട്ട് പോലും 1 മില്യൺ അടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ, മനസ്സിലായോ? അങ്ങനത്തെ ഒരു പയ്യന്റെ ചാനലാണിത്. ഇങ്ങനത്തെ ഒരു ചാനൽ ഒരിക്കലും ബിൽഡ് ചെയ്യരുത്.